ധ്യാൻ പറഞ്ഞ ഒരു നടൻ ഒരു വർഷം അഭിനയിക്കുന്ന സിനിമകളുടെ എണ്ണം എത്ര നമുക്കറിയാം. വീക്കിലി സ്റ്റാറിന് വിളിക്കുന്നുണ്ട്. അത് ഇവർക്ക് അത്രത്തോളം പടം വരാത്തോണ്ട് അല്ലെങ്കിൽ രണ്ടാൾ അഭിനയിക്കാൻ റെഡിയാണ്. ഒന്നും വരുന്നില്ല, അതാണ് സത്യമായിട്ട് ചോദിച്ചു. 7 മാസമായിട്ട് വരുന്നില്ല, വരാത്തോണ്ടല്ലേ. അത് എനിക്ക് വരുന്നു, ഞാൻ ചെയ്യുന്നു, വരുന്നു ചെയ്യുന്നു. ഇവരുടെ അത്രയും വരുന്നില്ല. നമുക്കിതിപ്പോ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ധ്യാൻ എന്ന് പറയുന്നത് നടൻ ഒരു വർഷം 13-15 സിനിമകൾ മിനിമം ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷം ഞാൻ 13 ചെയ്തതില് ഞാൻ നടികളിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ആനന്ദ് ശ്രീബാലിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ബാഡ് ബോയ്സിൽ 3-4 ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾ 13-14 എന്നൊക്കെ പറയണത്. അപ്പൊ അതിനകത്ത് ബാക്കിയിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ 4 സിനിമകൾ ഞാൻ ഫുൾ ലെങ്ത്തുള്ള സിനിമകൾ. ബാക്കി എല്ലാത്തിനകത്തും അവിടെ ഇവിടെ ചില്ലറ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ 13-14 എണ്ണം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് 4 എല്ലാം കഥാകലിടരുത് കേട്ടോ. ഞാൻ ചോദിക്കുന്നതാണ് ഇപ്പൊ ഈ കഥാപാത്രങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ ധ്യാൻ ചേട്ടൻ വരുന്നൊരു എഫേർട്ട് ഉണ്ടല്ലോ. ആ എഫേർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും ഈ പുതുമുഖ സംവിധായകർക്കും അതുപോലെ ക്രൂവിനും അവർക്കെല്ലാവർക്കും ഹെൽപ്ഫുള്ളാണ്. ഇതൊരു നടനെ സംബന്ധിച്ച് ഇത്തരം സിനിമകൾ ചെയ്യുമ്പോഴുള്ളൊരു കാര്യം. അപ്പോൾ ധ്യാൻ എന്ന് പറയുന്ന നടൻ എന്നുള്ള രീതിയിൽ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോഴുള്ളൊരു എങ്ങനെയായിരുന്നു? ധ്യാൻ്റെ അടുത്തല്ലേ ചോദിക്കുന്നത്? നിങ്ങളുടെ അടുത്തായിരുന്നു ചോദിക്കുന്നത്. ധ്യാൻ്റെ ഇത്തരം വളർച്ച കാണുമ്പോൾ ഒരിക്കലുമില്ല. അല്ല, എനിക്ക് ചോദ്യം മനസ്സിലായില്ല. എന്താണ് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിപ്പോ ഓരോ ആക്ടേഴ്സും ഞാൻ ആസ് എൻ ആക്ടർ എനിക്കൊരു വിഷൻ ഉണ്ട്. ഞാൻ എങ്ങനെ എത്തണം അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വിഷൻ എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഞാൻ ഒരു വിഷൻ കാണുന്നുണ്ട്. അപ്പോൾ ധ്യാൻ്റെ വിഷൻ അദ്ദേഹം പറഞ്ഞല്ലോ എങ്ങനെയാണ് സിനിമകളുടെ ഇതിൽ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ മറ്റ് കഥാപാത്രങ്ങൾക്ക് സാമ്യം ആവുന്ന ഇതൊക്കെ ഉണ്ടാവില്ല. അതിന് ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു വർഷം ഇത്രയും സിനിമ ചെയ്യുമ്പോഴേ അത് ചോദിക്കും. അതിപ്പോ ഓരോരുത്തരോട് ചോദിക്കുകയാണല്ലോ. ഏതാ എടാ നാളെ നീ ഒരു സിനിമ ചെയ്യാൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരുവാണ്. എന്റെ കഥയെല്ലാം കൊള്ളൂലെങ്കിൽ പോലും അത്രേ ഉള്ളൂ. അതാണ് ഒരു ബന്ധത്തിന്റെ പുറത്തല്ലേ അല്ലേ. ഇവൻ എന്നോട് ചാൻസ് ചോദിച്ചു, അഭിനയിക്കാൻ വന്നത് ഞാൻ പറഞ്ഞില്ലേ ഓക്കെ നീ തന്നെ ആ. അപ്പൊ നമ്മൾ അത്രയല്ലേ ഉള്ളൂ, അതിലൊരു ബന്ധം. നാളെ സിനിമയിൽ ഞാൻ വരും, അത്രയല്ലേ ഉള്ളൂ. നാളെ റോൺ ചേട്ടൻ കണ്ടോസ്കോടും ചൂടിനോട് ഞാൻ പോകും. കുറെ സിനിമകളായി ഇതിലേക്ക് എത്തിയിരിക്കുമ്പോൾ വലിയ സിനിമകളും ചെറിയ സിനിമകളും ചെയ്യും. ഈ സിനിമ ഇത്രയും ചെറിയ സിനിമ പുതിയ സംവിധായകർ ചെയ്യാമെന്ന് തീരുമാനിക്കാൻ വലിയ പ്രൊഡ്യൂസറുടെയാണ്. അത്തരം ഒരു തീരുമാനം ഞാൻ തന്നെ അങ്ങനെ തീരുമാനത്തിൻ്റെ കാരണമുണ്ടാവും. നമ്മൾ പുതിയ ഡയറക്ടേഴ്സ് ആദ്യമല്ലല്ലോ, ഒരുപാട് പുതിയ ഡയറക്ടേഴ്സായിട്ട് നമ്മളിപ്പോൾ സിനിമ ചെയ്തു. RDX ആയാലും അപ്പം അതും പുതിയ ഡയറക്ടർ, അത് വലിയ ബഡ്ജറ്റ് മൂവിയായിരുന്നു. അതും നമുക്ക് വലിയ റിസ്ക് ആയിരുന്നു. അത് മെയിൻ ആക്ടേഴ്സ് അല്ലല്ലോ അതിലും അഭിനയിച്ചത്. അത് ഇവർ വന്ന് ഇവരുടെ കഥ പറഞ്ഞ് നമുക്ക് ഒരു മീൻസ് അത് ഇഷ്ടപ്പെട്ടു. അവരിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കഥയ്ക്ക് അനുയോജ്യമായ ആക്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് 1-2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 ആക്ടേഴ്സിനോട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ധ്യാൻ 2-3 പേരായിരുന്നു നമ്മൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ ധ്യാനുമായിട്ട് ഞാൻ ധ്യാനുമായിട്ട് സംസാരിക്കുന്നത് ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഞാൻ ധ്യാനോട് പറയുന്നത് എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ധ്യാനത് കേൾക്കണോ. അത് കേട്ടു, ധ്യാൻ ഇഷ്ടമായി. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് ഓണായത്. പിന്നെ ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്. ധ്യാൻ റെഡിയാണി ഒന്നും ചെയ്യുള്ളൂ. അതില് ചാൻസ് ചോദിച്ചാൽ വരാൻ വേണമെങ്കിൽ നടക്കൂല്ലോ. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച് ഒരു പടം ഇതുവരെ ഓടിയിട്ടില്ല. ഒരു പടം ഇറങ്ങിയിട്ടില്ല, ഓടിയിട്ടില്ല പലതും. നമ്മുടെ ഫ്ലോപ്പാണ്. അതെ.
നമുക്ക് പുതിയ സിനിമ ചെയ്യാൻ തയ്യാറാണ്, ആ ഡയറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതെന്ത് വൈ നോട്ട്? കൈ കൊടുത്തിവിടെ ഉറപ്പിക്കാൻ നമുക്ക് ആ ഒരു പുതിയ സിനിമ. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അച്ഛനെതിരെ 500 സ്ക്രിപ്റ്റ് എഴുതരാന്ന് പറഞ്ഞൊരു സാധനം ഓർമ്മയുണ്ടോ? ഏതാണ് സ്ക്രിപ്റ്റോടെ നിങ്ങളല്ലേ മധ്യസ്ഥ തന്നത്? സ്ക്രിപ്റ്റ് കൊടുക്കുന്നില്ല, സ്ക്രിപ്റ്റിൽ പുള്ളി എഴുതണമെന്നല്ലേ പറഞ്ഞത്? എഴുതണം ഇപ്പോഴും തയ്യാറാണ്. തയ്യാറാണെന്ന് ചോദിക്കും വേണ്ടി വീട്ടിൽ പോയിട്ട് നാളെ ഇത് ഒരുമിച്ച് നമ്മൾ ചോദിക്കും. ചോദിക്കും. നാളെ ആ സ്ക്രിപ്റ്റാണ് ഞാൻ സോമിച്ചിട്ട് ബാങ്കിൽ ചെയ്യാൻ വന്ന സിനിമ. ഓക്കെ ഓക്കെ ആണല്ലോ. ഓക്കെയാണ് ഓക്കെ. സോമയുടെ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പുതിയ താരങ്ങളാണ്, മാർഡിക്സിനാണ് പുതിയ താരങ്ങളാണ്, അങ്ങനെയാണ് പുതിയ സംവിധായകരാണ്. ഇവരൊക്കെ ഒന്ന് ഹിറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ പിരിഞ്ഞ വേടത്തിന് പിരിഞ്ഞു നോക്കാവുന്ന ഫോൺ എടുക്കാം. നമ്മളപ്പോഴത്തേക്ക് അടുത്ത പ്രോജക്റ്റിലോട്ട് പോവുമല്ലേ. അവര് വിളിച്ചാൽ സംസാരിക്കും, വിളിച്ചില്ലെങ്കിലും വിഷമമില്ല. അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടായല്ലോ, പിന്നെ അവർ അതുമായിട്ട് മുമ്പോട്ട് പോവല്ലേ. അങ്ങനെയേ ഉള്ളൂ. നമുക്ക് സന്തോഷമാണ്. പിന്നെ നമ്മളുടെ ഒരു മൂവിയെ കൂടെ അവർ വലിയൊരു ഡയറക്ടർ ആകുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസറാണല്ലോ റിസ്ക് എടുക്കുന്നത്. അപ്പം അതിൽ വിജയിച്ചു വരുമ്പോൾ അവർക്ക് കഴിവുണ്ട് ഡെഫിനറ്റ്ലി. പിന്നെ അത് ഫ്യൂച്ചറിൽ വിളിക്കുന്നത് വിളിക്കാത്ത ഓരോ ഇഷ്ടമല്ലേ. ഇല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വിഷയങ്ങൾ മേഡത്തിനാണെങ്കിൽ ഉണ്ടായിട്ട് അതിന് പ്രശ്നത്തിലാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു. മേഡത്തിന് കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അത് വല്ലാത്ത വിഷമത്തിലേക്ക് മേഡം എത്തിയായിരുന്നു. വലിയ ഇടപെടലൊക്കെ ഉണ്ടായി. പിന്നെ ഒരു സിനിമയ്ക്ക് അവരെ സമീപിക്കണമെന്നോ അവരുമായിട്ട് ഇതൊരു കൈകോർത്തൊരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് ഇൻഡസ്ട്രിയിൽ എല്ലാ പിണക്കവും ടെമ്പററി ആണല്ലോ. നമ്മൾ ആരും പെർമനൻ്റ്ലി ഒന്നും കൊണ്ട് നടക്കില്ലല്ലോ. ചിലപ്പോൾ ഞാൻ പിണങ്ങും വീണ്ടും സിനിമ ചെയ്യും. അല്ല ചേച്ചി, സിനിമ ചെയ്തതിനു ശേഷം പടം കണ്ടേ? അത് സിനിമ ചെയ്യണം അതിന്. അതുകൊണ്ട് ഇവിടെ ഒന്നും പെർമനന്റ് അല്ലല്ലോ. ആ സമയത്ത് നമുക്ക് ഒരു ജയിലർ വന്നപ്പോ കറക്റ്റ് ഒരു ജയിലർ കൊണ്ടുവന്ന ഒരു ക്ലാഷ് ചെയ്തു. ഇപ്പൊ തഗ്ലേക്ക് വരുമ്പോ അതില് ഞാന് അല്ല, അത് ചേട്ടൻ അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ? ഇത്ര ധൈര്യമുള്ള ഒരു നടനുള്ളൂ. കാര്യമായിട്ട് സത്യമായിട്ട് അല്ല, ആ ധൈര്യം എനിക്ക് ജനിച്ചപ്പോ മുതലുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ അത് നമ്മുടെ സുഹൃത്ത് ഡയറക്ട് ചെയ്ത സിനിമയാണ് ബാലു എന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിയാണ് നായകൻ. അപ്പൊ എന്നെ ഒരു 6 ദിവസത്തേക്ക് ഞാൻ ചേട്ടാ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വളരെ അതാ പറഞ്ഞേ, അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും. അത്രേ ഉള്ളൂ. നമ്മുടെ ജോലിയല്ലേ. എന്ത് ചെറിയാണ്. അല്ല, ഞാൻ അതിനകത്ത് ഒരു 6 ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1-2 സീനിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മൾ എന്താണെന്ന് സ്വീകരിക്കും, അത്രേ ഉള്ളൂ. ഏതാ അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ പിന്നെ അവര് ഉപയോഗിച്ചോട്ടോ. നന്ദി. ഏതാ എന്താ നമ്മള് പറഞ്ഞു അതല്ല, ഒരു കാര്യം ചെയ്യണം. എയർക്രാഫ്റ്റിൽ ഇത് തലക്കുന്ന പ്രശ്നം പറ്റിയത് അതാണ്. എയർക്രാഫ്റ്റ് ഇത് എനിക്ക് പ്രശ്നം പറ്റിയില്ല. അവന് മറ്റേ സ്റ്റൊമക്കിന്റെ സർജറി പറഞ്ഞു. നീ അങ്ങനെ എന്തോ ചോദ്യം ചോദിക്കാൻ സോഷ്യലി കമ്മിറ്റഡ് പറയണം. അവരെങ്കിലും പറയുന്നത് പറ. കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, കുറെ മാസം വെറുതെ ഇരുന്നുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടി. അതാണ് ഒരു സത്യം. എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ പറഞ്ഞു, ചൂസ് ചെയ്ത് അവസാനം എൻ്റെ അടുത്ത് തന്നെ എത്തിയില്ലേ. ഞാൻ പടങ്ങളൊക്കെ വരുമ്പോൾ ഓരോരോ ക്യാരക്ടർ പലരും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ചില സജഷൻസ് പറയും, ഞാൻ എപ്പോൾ റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ തെളിവ് പറഞ്ഞിട്ട് പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞു മര്യാദയ്ക്ക് പറഞ്ഞ പടങ്ങൾ ചെയ്തു പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ കുറച്ച് വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. ഞാൻ ഇന്ദ്രനീലിന്റെ അടുത്ത് പടം തുറന്നതിന്റെ തലവിഷയം പറഞ്ഞു, മീശ പരിപാടി കണ്ണൂർ സ്കോഡിന്റെ ആ ഒരു പരിപാടി ഞാൻ മോളുടെ പറയുന്നുണ്ട്. മീശ എടുക്കുന്ന പരിപാടി അവർ പറഞ്ഞാണോ ഞാൻ പറഞ്ഞാണെങ്കിൽ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഒരു മാട്രസ് നമ്മളത് ചെയ്ത് വെച്ചത് എഡിറ്റിലൊക്കെ വന്നപ്പോൾ അത് കുറെ പോയി ചീപ്പ് എടുത്തിട്ട് നമ്മൾ തല ചെയ്യുന്നതും പിന്നെ മീശ ഇല്ലാത്ത മീശ നമ്മൾ ചെയ്യുന്നതും പിന്നെ അതും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓവർ ദി ബോർഡായി പോണ സമയത്ത് വളരെ എൻ്റെ അനുജനെ പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരു ഓവറാട്ടോ കുറച്ചോളം പറയും. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അത് തിയേറ്ററിൽ വന്ന് കൂടുന്നതിനൊക്കെ നല്ലതല്ല, നമ്മൾ കൂടുതലൊരു കോആക്ടർ പറഞ്ഞു തരണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ പടത്തിന്റെ ക്യാമറാമാൻ നമ്മുടെ കണ്ണൂർ സ്കോഡിന്റെ ഡയറക്ടറായിരുന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ പല കൊള്ളാർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്കറിയാം.